ഹായ് ചങ്കളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൗത്ത് ഇന്ത്യൻ സ്ട്രീറ്റുകളിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ടൊമാറ്റോ റൈസ് ആണ്. നമ്മളെ മലയാളികൾക്കിടയിലും വളരെ ഫേമസ് ആണ് ഈ ടൊമാറ്റോ റൈസ്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ വളരെ ടേസ്റ്റി ഉള്ളൊരു റൈസാണിത്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ചെറിയ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ തക്കാളി ചോറ് എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം റൈസ് ഒന്ന് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനിടണം. ഇതുപയോഗിച്ച് 4 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന റൈസാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 500 ഗ്രാം വരും. ഇത് 1.5 ലിറ്റർ വെള്ളം അരി വേവിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത ബസ്മതി റൈസും ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി നല്ലപോലെ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റുക. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ അരി വെന്ത് കിട്ടും. ഏകദേശം ഒരു 90% മാത്രം വെന്താൽ മതി. അതിൽ കൂടുതൽ വെന്താൽ അരി പരസ്പരം ഒട്ടിപ്പിടിക്കും. അരി ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വെള്ളം ഊറ്റിക്കളയുക. ഊറ്റിക്കെട്ടുന്ന ചോറിനെ 1-2 പ്ലേറ്റിൽ തണുക്കാൻ വേണ്ടി അനുവദിക്കുക. ആവശ്യമെങ്കിൽ ഫേണിന്റെ അടിയിലും വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ടി തക്കാളി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു കടായോ എടുത്ത് അടുപ്പിലോട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കുക. കടായി ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിന് വെച്ചതിന് ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് 1 ടീസ്പൂണും ഉഴുന്ന് 1 ടീസ്പൂണും ചെറിയ ജീരകം 1/2 ടീസ്പൂണും ഈ സാധനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വളരെ പെട്ടെന്ന് ചേർക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂണും ഉണക്കമുളക് 3 എണ്ണം 5-10 സെക്കൻഡ് മാത്രം വളരെ പെട്ടെന്ന് ഇളക്കുക. തീ കഴിവതും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നീട് ഉടനെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 3 എരിവുള്ള മുളക് നെടുവെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി ചേർത്തെടുക്കുന്ന 1 തണ്ട് കരിവേപ്പില. ഇനി വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഇളക്കിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെക്കുക. സവാള ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പഴുത്ത തക്കാളി നോക്കി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് 1/2 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും ഗരം മസാല 1/4 ടീസ്പൂണും കായപ്പൊടി 1/4 ടീസ്പൂണും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഈ തക്കാളി ചോറ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്താലുണ്ടല്ലോ, കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ സ്കൂളിൽ കൊടുത്തേക്കും
ബെറ്റർ ഓപ്ഷനാണ്. ലഞ്ചിന് കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ സ്കൂളിൽ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിടുന്നെങ്കിൽ തലേക്കും ദിവസം റൈസ് റെഡിയാക്കി വെച്ചിട്ട് കാലത്തെ ടൊമാറ്റോ മസാല തയ്യാറാക്കി അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റുമാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലേക്ക് തീ കൂട്ടി വയ്ക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയുന്നത് വരെ ഇടവിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അവസരത്തിലേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 പിടി മല്ലിയിലയും കൂടെ അതിലേക്ക് വിതറുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ അരി പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റൈസ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു തടി സ്പൂൺ മാത്രം ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. തക്കാളിയുടെ പുളിപ്പനുസരിച്ച് നിങ്ങൾക്ക് ഈ ഉപ്പിൽ കുറവ് വന്നിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പിടാതെയാണ് റൈസ് വേവിച്ചെടുത്തിരിക്കുന്നതെങ്കിൽ ഈ സമയം ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സാധാരണ പൊന്നി അരിയിലാണ് ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ബസ്മതി റൈസ് റെഡിയാക്കുമ്പോൾ കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ടൊമാറ്റോ മസാല തയ്യാറാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയെടുത്താൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് അടുത്ത തവണ ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറു ചൂടിൽ തന്നെ വിളമ്പുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കിയേ. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ ഇത് ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്യാൻ നോക്കും. അടിപൊളി ടേസ്റ്റാണ്. ഈ രുചി ഒരിക്കലും മറക്കൂല. നിങ്ങൾ ഈ ടൊമാറ്റോ റൈസ് ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ ഒരിക്കലും മറക്കൂല. ഇനി ചെറു ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. നമ്മൾ സർവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന്റെ കോമ്പിനേഷനായി അച്ചാറ്, പപ്പടം, തൈര്, സലാഡ്, വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം വെച്ച് നമുക്ക് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ നിങ്ങൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ മേഫിൻ വ്ലോഗ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മേഫിൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.